എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഏർലി മോർണിംഗിലെ ഒരു റോഡ് റൈഡ് ആയാലോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വീഡിയോസും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ റോഡ് റൈഡിലേക്ക് പിടിച്ചിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ലോങ് ഐലൻഡ് ന്യൂയോർക്കിലെ വിഷ്വൽ ഏർലി മോർണിംഗ് 6 o'clock ട്രാവലിങ്ങിൻ്റെ വിഷ്വലാണ്. നല്ല സൺ റൈസ് ചെയ്ത് വരുന്നതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ സ്കൈ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്പ്രിങ് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ വിൻ്റർ കുറഞ്ഞു, നല്ല മഴയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ ഇനി മരങ്ങളൊക്കെ ഇനിയും പൂക്കാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പം മരങ്ങളൊന്നൊക്കെ ഉണങ്ങി നിൽക്കുന്ന മാതിരിയാണ് ഫീൽ ചെയ്യുന്നതെങ്കിലും ഒരു 2 weeks കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ടെമ്പറേച്ചർ, നമ്മുടെ തണുപ്പിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെയുള്ള എല്ലാ മരങ്ങളും പൂക്കുന്നതായിരിക്കും. അപ്പോൾ ഏർലി മോർണിംഗിലെ വിശേഷങ്ങളാണ്. ഞാൻ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് ലോങ് ഐലൻഡിലെ വിഷ്വലാണ്. ഒന്ന് ഡ്രൈവ് ചെയ്ത് വന്നാലോ? അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അതുപോലെ തന്നെ സ്പ്രിങ് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂയോർക്കിലെ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ ഇതുമാതിരിയുള്ള വീഡിയോകളായിരിക്കും ഇടണേ. ആർക്കും ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ന്യൂയോർക്കിലെ വിഷ്വൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഡ്യൂട്ടിക്ക് പോകാനിറങ്ങിയതാണ്. നമുക്കൊരു 20 minutes ഡ്രൈവ് ഉണ്ട് ഹോമും ഹോസ്പിറ്റലുമായിട്ട്. അപ്പോൾ ഒരു 6:15 ട്രാഫിക് ഉള്ളതുകൊണ്ട് ഒരു 6:20 ആകുമ്പോഴത്തേക്കും നമ്മൾ ഡ്യൂട്ടിയിലെത്തും. ഇപ്പോൾ ഏർലി മോർണിംഗിലെ വിഷ്വൽ നല്ല സൂപ്പർ വിഷ്വലാണ്. ഇപ്പോൾ ചെറിയൊരു ഡാർക്ക് തോന്നുമെങ്കിലും ഒരു 2 weeks കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളി സ്പ്രിങ്ങിലേക്ക് മാറുമ്പോൾ നല്ല ലൈറ്റായിരിക്കും. തന്നെയല്ല, സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു വിഷ്വൽ കാണാൻ നല്ല ഭംഗിയാണ്. അത് കണ്ടപ്പോൾ തോന്നി എന്നാൽ ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന്. അങ്ങനെയാണ് ആ ഒരു വിഷ്വൽ എടുത്തത്. അപ്പോൾ ഈ സെക്ഷനിൽ കൂടെ തന്നെ ഞാൻ സ്പ്രിങ് തുടങ്ങുമ്പോഴും ഒരു വീഡിയോസ് ഇടുന്നതായിരിക്കും. നമുക്ക് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ മരങ്ങളുടെ ഇപ്പം നിൽക്കുന്ന വിൻ്ററിലെ മരങ്ങളും അതുപോലെ തന്നെ സ്പ്രിങ്ങിലെ മരങ്ങളും അതിൻ്റെ കാഴ്ചകളും എങ്ങനെയാണെന്ന്. ഇത് മെയിൻ ഒരു ഹൈവേ ആണ്. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ഹൈവേയിലെല്ലാം തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മരങ്ങളുള്ളത് ഇപ്പം US നമുക്ക് തോന്നും കേട്ടോ. ഹൈവേയിലാണെങ്കിലും അതിൻ്റെ 2 സൈഡിലാണെങ്കിലും ഇഷ്ടം പോലെ മരങ്ങളാണ്. അതുകൊണ്ട് മഴയ്ക്കിവിടെ യാതൊരു ക്ഷാമവും ഇല്ല, ഇഷ്ടം പോലെ മഴയുണ്ട്. അങ്ങനെ മഞ്ഞിൻ്റെ സമയം കഴിഞ്ഞു, ഇനി സ്പ്രിങ്ങാണ്. എല്ലാവർക്കും സ്വാഗതം.